ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഡേ 5 ആയിട്ട് ബാംഗ്ലൂർ സിറ്റിയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാംഗ്ലൂർ സിറ്റിയിൽ വന്നിട്ട് പോകാൻ പോകുന്ന സ്ഥലം എവിടെയെന്ന് അറിയാവോ? ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. അവിടെ പോയിട്ട് നമ്മൾ ഒരു സ്ഥലത്തും കൂടെ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിലോട്ട് ഇറങ്ങുന്നത്. ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മളിതാ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ്. സോ ഗൈസ്, നിങ്ങൾ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇവിടെ നല്ല ഫോട്ടോഷൂട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഭയങ്കര വെയില്. ഇന്നലെ ഭയങ്കര മഴയാണെങ്കിൽ ഇന്ന് ഭയങ്കര വെയിലാണ്. ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇപ്പോൾ ഇവിടെ സ്നോ സിറ്റിയിലാണ് നിൽക്കുന്നത്. നമ്മൾ സ്നോ സിറ്റിക്ക് അകത്ത് കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ സ്നോ പൂൾസ് ഒക്കെ ആയിട്ട് കളിച്ച് അടിച്ച് തീർക്കാൻ പോവാണ്. നമ്മൾ സ്നോ പൂൾസ് ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പോവാണ്. പൊളിച്ചിട്ടായിരുന്നു നമ്മള് അകത്ത് പോയി തകർത്ത് സ്നോ ബോൾസ് ഒക്കെ ആയിട്ട് നമ്മൾ അടിച്ച് പൊളിക്കാൻ പോകുന്ന 1 മണിക്കൂർ. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് 2 മണി തൊട്ട് 3 മണി വരെയാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളിത് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ബാംഗ്ലൂർ സ്ട്രീറ്റിൽ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. പൈസ നോക്കിയിട്ട് കാര്യമില്ല, ജസ്റ്റ് വൈബ്. അങ്ങനെ നമ്മൾ വൈബ് ചെയ്യാൻ പോവാണ്. കണ്ട, എല്ലാവരും വെയിറ്റിംഗ് ആണ് ആ സ്നോ സിറ്റിക്ക് അകത്ത് കയറിയിട്ട് വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്നോ സിറ്റി വരണം കേട്ടോ, അടിപൊളി സ്ഥലം. അപ്പൊ നമ്മൾ സ്നോഫോളൊക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിന്റെ സ്ട്രീറ്റിൽ വന്നിരിക്കുകയാണ്. എന്തിനും ചോദിച്ചാൽ ഡ്രസ്സ് എടുക്കാൻ, ഷോപ്പിങ്ങിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്തോന്നൊക്കെ ആകുമെന്ന് അറിഞ്ഞുകൂടാ. പൈസ കുറഞ്ഞ് നമ്മള് ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. നോക്കാം കിട്ടുമോ ഇല്ലേന്ന്. അവസാനം ഞാനാണെങ്കിൽ കൊടൈക്കനാലിലൊക്കെ പോയപ്പോൾ വേണ്ട, ഒന്നും മേടിക്കണം ബാംഗ്ലൂരിൽ പോയിട്ട് മേടിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈപ്പായിരുന്നു. ഇപ്പൊ ബാംഗ്ലൂരിൽ പോകുമ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണ് അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് നോക്കാം. ഷോപ്പിങ്ങിന് കറങ്ങി അവസാനം വില കുറഞ്ഞതൊന്നും കിട്ടാത്തത് കൊണ്ട് ഇപ്പം ഫ്രഷ് ജ്യൂസ് കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇനി വേറെ വല്ല വഴിയിലും നോക്കി നമുക്ക് ബാർഗെയിൻ ചെയ്ത് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് അറിഞ്ഞുകൂടാ എവിടെയാണ് സ്പോട്ട്, സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം.
നമ്മുടെ വണ്ടിയിൽ കയറി പോവാണ് ബാംഗ്ലൂർ. നമ്മൾ മാക്സിമം ഷോപ്പ് ചെയ്തിട്ടുണ്ട്, മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിച്ചു പൊളിച്ചു. നമ്മൾ മാത്രം മീൻസ് ഞാൻ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. ഇനി നാളെ തൊട്ട് കോളേജാണ്. കോളേജിൽ പോയി അവിടുത്തെ വിശേഷങ്ങളാണ്. സോ വിഷമമുണ്ട് ഇത്രയും ദിവസം അടിച്ചു പൊളിച്ചിട്ട് പിന്നെ വീണ്ടും കോളേജിൽ പോകുന്നത്. പക്ഷെ കുഴപ്പമില്ല, മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിവേസ് ബൈ ബൈ ബൈ.